നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. ആ ഡോക്ടറെ, സ്വാമി തങ്കച്ചിയുടെ കാറിൽ വന്ന് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അതത്ര പന്തിയായിട്ട് എനിക്ക് തോന്നിയില്ല. അതാ ഞാൻ വിളിച്ചു പറഞ്ഞേ. ഒന്ന് സൂക്ഷിച്ചേക്കണേ. ആ കോമ്പിനേഷൻ അത്ര നല്ലതല്ല. വളരാൻ സമ്മതിക്കരുത്. ശരിയെന്നാ. എന്താ സ്വാമി കയ്യില്? കാര്യമായിട്ടുണ്ടല്ലോ. എന്താ ഇതില്? അത് എന്റെ കുറച്ച് മുഷിഞ്ഞ തുണികളാ. ഓ, അപ്പൊ എവിടെയോ യാത്ര ചെയ്തിട്ട് വരികയാണെന്ന് തോന്നുന്നു. അതെ, തീർത്ഥാടനത്തിലായിരുന്നു. പഴനിക്ക് പോയതാ. ആണ്ടവ, മുരുക, ഭക്തവത്സല, നീയേ തുണ. ചെല്ല് ചെല്ല്. ഏട്ടനെവിടെ? സ്വാമിയെ കാത്തിരിപ്പുണ്ട്. രാവിലെ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ചെല്ല് ചെല്ല്. ആ സ്വാമി എത്തിയോ? ഇപ്പോഴാ സ്വാമി സമാധാനമായത്. എന്നിട്ട് കാശ് എവിടെ സ്വാമി? ഇത് ഒറിജിനൽ നോട്ട് തന്നെയല്ലേ? സഹാർ എന്താ സാർ അങ്ങനെ ചോദിക്കുന്നു? അല്ല, സ്വാമി വേറൊരു നാട്ടിൽ നിന്നാണല്ലോ വരുന്നത്. സാറ വരുന്നത് വേറെ നാട്ടിൽ നിന്നാണെങ്കിലും സ്ഥലം വിറ്റതൊരു മലയാളിക്ക് തന്നെ. ആണോ? ആരാ അത്? അതൊന്നും സാറ് അറിയണ്ട. അറിഞ്ഞാലും സാറിന് മനസ്സിലാവും. ആ അത് ശരിയാ. ഇനി വാങ്ങിയ ആളുടെ പേരും ജാതകം പറഞ്ഞിട്ട് എനിക്കെന്താ കാര്യം? നമുക്ക് വേണ്ടത് പണമായിരുന്നു. അത് ആരുടേതായാലും എന്താ? അതെ, അങ്ങനെയാണ് സാറ ചിന്തിക്കുന്നത്. ഇത് വെച്ച് വേണം സ്വാമി എനിക്ക് എൻ്റെ നഷ്ടപ്പെട്ട ജീവിതം തിരിച്ചു പിടിക്കാൻ. സ്വാമിക്കറിയാമല്ലോ, സ്വന്തം മകളുടെ മുന്നിൽ പോലും ഒരു വിലയുമില്ലാത്തവനായി നിൽക്കേണ്ടി വന്നിട്ടുണ്ട്. രക്തബന്ധമൊന്നുമല്ല സ്വാമി, പണമാണ് എല്ലാത്തിലും വലുത്. അതുള്ളവന് എല്ലാം ഉണ്ടാവും. സ്വന്തം മക്കളാണെങ്കിൽ പോലും നമ്മുടെ കയ്യിൽ പണമുണ്ടെങ്കിലേ അവർ നമ്മൾ അംഗീകരിക്കും. ആ എന്താ സ്വാമി നോക്കി നിൽക്കുന്നത്? തനിക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുത്തോളൂ. അയ്യോ, എനിക്ക് വേണ്ട സാറേ. എൻ്റെ ഒരു സന്തോഷത്തിനല്ലേ, എടുത്തോളൂ സ്വാമി. വേണ്ട സാറേ. ഇതിന്ന് കാശ് വാങ്ങിയ ബ്രോക്കർ ഞാനും തമ്മിൽ എന്താ സാറേ വ്യത്യാസം? എനിക്കിതിൽ നിന്ന് 1 രൂപ വേണ്ട. എനിക്ക് സാറിൻ്റെ സ്നേഹം മാത്രം മതി. സ്വാമി, എന്നോട് അല്പമെങ്കിലും കൂറും കടപ്പാടും തനിക്ക് മാത്രമേ ഉള്ളൂ. ഇതൊന്നും ഞാൻ ഒരിക്കലും മറക്കില്ല സ്വാമി.